ഓഹരി ട്രേഡിങ്ങിലൂടെ 40 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം. ഇത് തീർക്കാനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വായ്പ. ഒടുവിൽ കൈവിട്ട കളി പത്തനംതിട്ട കീഴ്വായ്പൂരിലെ സുമയ്യ എന്ന വീട്ടമ്മയെ കൊലപാതകത്തിന് പോലും പ്രേരിപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് പോലീസുകാരൻ്റെ ഭാര്യയായ പ്രതി അയൽവാസിയായ 61-കാരിയുടെ സ്വർണം അപഹരിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ലതാകുമാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വീട്ടിൽ അതിക്രമിച്ച് കയറിയ സുമയ്യ ലതാകുമാരിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം വീടിന് തീയിട്ടെന്നാണ് കേസ്. സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വ്യാഴാഴ്ച വൈകിട്ടാണ് സുമയ്യയുടെ അയൽവാസിയും 61-കാരിയുമായ ലതകുമാരിയെ കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തതിനു ശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടി വീടിന് തീ കൊളുത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഓഹരി ട്രേഡിങ്ങിലൂടെ സുമയ്യയ്ക്ക് 40 ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായി. ഇത് പരിഹരിക്കുന്നതിനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് സുമയ്യ വായ്പ എടുത്തിരുന്നു. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ 3 ദിവസം മുൻപ് 1 ലക്ഷം രൂപ ലതയോട് സുമയ്യ വായ്പ ചോദിച്ചു. ഇത് നൽകാതെ വന്നതിനെ തുടർന്ന് മാലയും വളയും പണയം വയ്ക്കാൻ തരാൻ ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ചതോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആഭരണങ്ങൾ കവർന്നെടുത്ത ശേഷം വീടിന് തീ കൊളുത്തിയത്. ഭാര്യയുടെ ഓഹരി ട്രേഡിങ്ങിനെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് അറിയില്ലായിരുന്നു. കോയിപ്രം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഭർത്താവ്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ സുമയ്യ ലതകുമാരിയെ കെട്ടിയിട്ട ശേഷം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. ലതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ കണ്ടെടുത്തു. ലതയുടെ വീടും സുമയ്യ താമസിക്കുന്ന ക്വാർട്ടേഴ്സും പോലീസ് സീൽ ചെയ്തു. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പോലീസ് സ്റ്റേഷന് തൊട്ടുപിറകിലാണ് ലതയുടെ വീട്. സ്റ്റേഷൻ വളപ്പിലാണ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ദേഹത്ത് പൊള്ളലേറ്റ നിലയിൽ വസ്ത്രങ്ങളില്ലാതെ ലത പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം ഓടിയെത്തിയത്. പോലീസാണ് ലതയെ പിന്നീട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ലതയുടെ കൈക്കും കാലിനും പൊള്ളലുണ്ട്. മല്ലപ്പള്ളി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ ആശാപ്രവർത്തകയാണ് ലതകുമാരി. കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ മാല, കയ്യിൽ കിടന്ന ഓരോ പവൻ വരുന്ന 3 വളകൾ, വിരലിലെ 6 ഗ്രാം തൂക്കമുള്ള മോതിരം എന്നിവയാണ് സുമയ്യ മോഷ്ടിച്ചത്. പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട.